വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു. ഭാരവാഹി തെരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ച് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു. ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ഒരു യൂണിറ്റിൽ 10-ലധികം ആളുകൾ ചേരാൻ തയ്യാറായി വരുന്നെങ്കിൽ ആ യൂണിറ്റ് അവരുടെ യൂണിറ്റ് ഭാരവാഹികൾ അവരുടെ ആ ലിസ്റ്റ് സമാഹരിച്ച് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന മുറയ്ക്ക് അവർ പണം വാങ്ങി ജില്ലയിലേക്ക് അടയ്ക്കുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അപേക്ഷാ ഫോമൊക്കെ പൂരിപ്പിച്ച് നൽകി അത് പൂർത്തീകരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു 4ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ചേരുന്ന ആളുകളെ സ്വീകരിക്കാൻ കഴിയും. കാരണം 1ാം ഘട്ടത്തിൽ ചേർന്ന ആളുകളൊക്കെ ഒരു കണക്കിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഈ കഴിഞ്ഞ 14-ാം തീയതി ഇവിടെ കുതിരപ്പന്തി യൂണിറ്റിൽ ഏറ്റവും ചെറിയ ഒരു ഗ്രാമപ്രദേശ ഒരു യൂണിറ്റാണ്. എന്നിരുന്നാലും വളരെ ഭംഗിയായി ഒരു മീറ്റിംഗ് നടത്തി 5 കുടുംബങ്ങൾക്ക് അവകാശ പണം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കൊടുത്തപ്പോൾ 28 ഘട്ടങ്ങളിലായി 14 കോടി രൂപ നമ്മൾ തന്നെ കൊടുത്തു വരും. അപ്പോൾ 1ാം ഘട്ടത്തിൽ ചേർന്ന ആളുകൾ അടയ്ക്കേണ്ടുന്ന തുക 14,000 രൂപയായി. അതുപോലെ തന്നെ 2ാം ഘട്ടത്തിൽ ചേർന്ന ആളുകൾ അടയ്ക്കേണ്ടുന്ന തുക 8,000 രൂപയായി. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ചേരുന്ന ആളുകൾ എന്ന് മുതൽ നമ്മൾ ആരംഭിച്ചോ അവരുടെ മാസത്തവണ അടയ്ക്കുന്നതിൻ്റെ അത് പ്രാബല്യത്തിൽ വന്നത് ഏത് മാസമാണോ? നമ്മുടെ 2ാം ഘട്ടത്തിൽ ചേർന്ന ആളുകൾ 25 ഫെബ്രുവരി മാസം മുതലാണ് എൻ്റെ പണം അടച്ചത്. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ ആ 2025 11 മാസവും ഇപ്പോഴത്തെ 5 മാസവും ചേർത്ത് 16 മാസം 16 മാസത്തെ 500 രൂപ 8,000. രാജീവ് കടപ്പാക്കട സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എസ് കബീർ കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ മേനോൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വാവാച്ചണ്ടി വള്ളിക്കാവ്, രാജീവ് കരിക്കോട്, നൌഷറുദ്ദീൻ, കെ എ ഷാജഹാൻ, നേതാജി ബി രാജേന്ദ്രൻ, വിജയൻ പിള്ള, ആന്റണി പാസ്റ്റർ, അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനത്തിന്റെ വളരെ വലിയ അഭിനന്ദനാർഹമായ സംഗതി. അതുപോലെ തന്നെ സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാറില്ല. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് 24 മാസം, ഈ 24 മാസവും ഒരു മാസം 50 ലക്ഷം രൂപ, 5 പേർക്ക് 10 ലക്ഷം രൂപ വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാം വിചാരിക്കുന്നത്. ഇപ്പോൾ 28-ാം തീയതി നടത്താനിരിക്കുന്ന കാര്യങ്ങൾ 14-ാം തീയതി കഴിഞ്ഞ 14-ാം തീയതി നടന്നത്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് 24 മാസം ഒരു യാതൊരു വിഘ്നവുമില്ലാതെ ഒരു തടസ്സവുമില്ലാതെ അത് നടത്താൻ കഴിയുന്നത് വളരെ വലിയ കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.